അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഫിർദൗസിലും ഇതുപോലെ ഒരുമിക്കാൻ നമുക്ക് തൗഫീക്ക് ലഭിക്കുമാറാകട്ടെ. ഇന്നലെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച അബൂ ഹുറൈറ നിവേദനം ചെയ്ത ഒരു ഹദീസായിരുന്നു നിങ്ങളെ കേൾപ്പിച്ചത്. 7 വിഭാഗത്തിന് അള്ളാഹുവിൻ്റെ പരലോകത്ത് പ്രത്യേകമായ തണൽ ലഭിക്കുമെന്നും ആ 7 വിഭാഗങ്ങളിൽ ആദ്യത്തെ 2 വിഭാഗത്തെക്കുറിച്ചാണ് ഇന്നലെ സൂചിപ്പിച്ചത്. ഒന്ന്, നീതിമാനായ ഒരു നേതാവ്, ഒരു ഭരണാധികാരിയാണ്. 2, അള്ളാഹുവിന് ഇഷ്ടമുള്ള നിലക്ക് ഇബാദത്തുകളിൽ വ്യാപൃതനായ, അങ്ങനെ തന്നെ യൗവനത്തിലേക്ക് എത്തി തൻ്റെ യൗവനം ഇസ്ലാമിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യുവാവാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. പരലോകത്ത് മഹ്ശറിൽ ഒരാൾക്കും തണൽ ലഭിക്കാത്ത സമയത്ത് കത്തുന്ന സൂര്യൻ്റെ താഴെ നിൽക്കുന്ന ഏറ്റവും ഭയാനകമായ അവസ്ഥയിൽ റബ്ബ് പ്രത്യേകം തണൽ കൊടുക്കുന്ന മറ്റൊരു വിഭാഗമാണ് വറജുലുൻ, ഒരാൾ. അവൻ്റെ പ്രത്യേകത ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. അവൻ്റെ ഖൽബ് അള്ളാഹുവിൻ്റെ പള്ളിയുമായി അങ്ങേയറ്റം ബന്ധിക്കപ്പെട്ടതാണ്. അള്ളാഹിൻ്റെ പള്ളിയോട് അങ്ങേയറ്റത്തെ ബന്ധമാണ് ഈ വ്യക്തി. ഇതിനെ വിശദീകരിക്കുകയാണ് പണ്ഡിതന്മാർ. എന്താണ് അള്ളാഹുവിൻ്റെ പള്ളിയോട് ഖൽബിനെ കെട്ടിയിടുക എന്ന് പറയുന്നത്? അഷദ്ദുൽ ഹുബ്ബി ലഹാ വൽ മുലാസമതു അൽ ജമാഅതു ഫീഹാ. ആ പള്ളിയോട് അങ്ങേയറ്റം ഇഷ്ടമാണ്, ആ പള്ളിയോട് അമിതമായ ഇഷ്ടമാണ്. എന്തിനേക്കാളും പള്ളിയുടെ കാര്യം ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്. കേവലം പള്ളിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നത് മാത്രമല്ല, വൽ മുലാസമ, കണിശത പാലിക്കുന്ന വ്യക്തിയാണ്. ആ പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിൽ, 5 നേരത്തെ ജമാഅത്തിനും എനിക്ക് പള്ളിയിൽ എത്തണമെന്നത് നിർബന്ധത്തോടു കൂടി കാണുന്ന, ഏത് സമയത്തും നമസ്കാരങ്ങൾ പള്ളിയിൽ പോയി തന്നെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്കാണ് നാളെ പാരത്രിക ലോകത്ത് അള്ളാഹു തണൽ നൽകുന്നത്. കാരണം പിശാച് വല്ലാതെ ഒരാളെ പറ്റിക്കുന്ന, ചതിക്കുന്ന സമയങ്ങളും സന്ദർഭങ്ങളുമാണത്. ബാങ്ക് കേൾക്കുന്ന വ്യക്തി പോലും റൂമിലാണ് നമസ്കാരം, പള്ളിയിലേക്ക് എത്താൻ മനസ്സുകൊണ്ട് സാധിക്കുന്നില്ല. ആ പിശാചിൻ്റെ തന്ത്രങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് നമസ്കാരത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ എന്ന് റബ്ബ് വിളിക്കുമ്പോൾ എല്ലാ ചിന്തകളും മാറി അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് എത്താൻ മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ഒരു സമ്മാനം നൽകുക എന്നതല്ല അള്ളാഹ് പറയുന്നത്. മറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷം അറിയിക്കുന്നത് റബ്ബിൻ്റെ പരലോകത്ത് പ്രത്യേകമായ തണൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട നോമ്പുകാരെ, മനസ്സിരുത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഈ പള്ളികളിലൊക്കെ, അൽ ഖബറിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലെ പള്ളികളിലൊക്കെ റമദാനിന് മുമ്പ് ജമാഅത്തിന് പള്ളിയിലേക്ക് പോയ വ്യക്തികൾക്ക് ഇപ്പോൾ അവർക്ക് സീറ്റ് കിട്ടുന്നില്ല. അവര് റോഡിലാണ്, പള്ളിക്ക് പുറത്താണ്. റമദാൻ കഴിയുമ്പോഴോ ഇവരതാ 1ാമത്തെ സഫിലേക്ക് എത്തുന്നു. ഒരു വിഭാഗം പ്രത്യേകമായിട്ട് ഇങ്ങ് വരികയാണ്. ഒരു സമയമെത്തുമ്പോൾ കേവലം ചില സന്ദർഭങ്ങളിൽ ഈമാൻ കൂടുന്നു, ചില സമയം കഴിയുമ്പോൾ ഈമാൻ കുറയുന്നു. ഇതല്ല അള്ളാഹ്ക്ക് വേണ്ടത്. ഏതെങ്കിലും സമയത്തുള്ള സൂക്ഷ്മതയല്ല അള്ളാഹ്ക്ക് വേണ്ടത്. അള്ളാഹ്ക്ക് വേണ്ടത് നീ നിത്യമായി ചെയ്യലാണ്. നമുക്ക് ശരി അറിയുന്നത് കൊണ്ടല്ലേ റമദാനിൽ എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നത്. ഞാൻ
മുസ്ലിമായ ഒരു പുരുഷനാണ്. നിർബന്ധ നമസ്കാരം എനിക്ക് പള്ളിയിൽ ജമാഅത്തിലേക്ക് എത്തൽ നിർബന്ധമാണ് എന്ന് അറിയുന്നവരാ നമ്മളൊക്കെ, അല്ലേ? പോയിട്ടില്ലെങ്കിൽ പരലോകത്ത് മറുപടി പറയേണ്ടി വരും. 2 കണ്ണിനും കാഴ്ച ശക്തിയില്ലാത്ത അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പോലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ബാങ്ക് കേൾക്കുന്നില്ലേ നിങ്ങളും പള്ളിയിലേക്ക് വരണം. എപ്പോഴാണിത് പറഞ്ഞത്? അദ്ദേഹം ചോദിക്കുകയാണ് സംശയം, റസൂലെ കണ്ണിന് കാഴ്ചയില്ല, വീട് മലമുകളിലാണ്, കൊണ്ടുവരാൻ കൂടെ ആളില്ല, പ്രയാസപ്പെട്ടുകൊണ്ട് ആ വഴി ദുർഘടമാണ്, മലക്ക് മുകളിൽ നിന്ന് ഓരോ ഭക്തിനും ഈ പള്ളിയിലേക്ക് എത്തുക എന്നുള്ളത് കാഴ്ചശക്തിയില്ലാത്ത, കൈപിടിക്കാൻ ആളില്ലാത്ത എനിക്ക് പ്രയാസമാണ്, ഞാൻ വരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ ചോദിക്കുകയാണ്, ഹൽ തസ്മഉ നിദാ, ബാങ്ക് കേൾക്കുമോ ഉമ്മ മക്തൂം? ബാങ്ക് കേൾക്കാറുണ്ടോ? അതേ റസൂലെ, ബാങ്ക് കേൾക്കും. കണ്ണിനെ പ്രശ്നമുള്ളൂ, കാതിന് പ്രശ്നമില്ല. ബാങ്ക് കേൾക്കുമെങ്കിൽ നിങ്ങളും പള്ളിയിൽ വന്ന് ഉത്തരം നൽകണമെന്ന് അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. നോക്കൂ സഹോദരന്മാരെ, എത്ര ഗൗരവമാണ്. ഒരു വേള മദീനത്തെ പള്ളിയിൽ കുറെ ആളുകളുണ്ട്, ഇശാ ജമാഅത്ത് നടക്കുന്ന സമയമാണ്, ഒരുപാട് ആളുകളുണ്ട്. എന്നിട്ടും റസൂലുള്ളാഹി പറയാണ്, ഞാൻ വിചാരിക്കുകയാണ് ഈ സമയത്ത്, ലഖദ് ഹമംതു അൻ ആമുറ ബിറജുലിൻ, ഒരാളോട് കൽപ്പിക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. എന്ത് കൽപ്പിക്കാൻ? 1 കെട്ട് വിറകുമായിട്ട് വരാൻ, ഒരാളോട് എണ്ണയുമായി വരാൻ. എന്നിട്ട് വിറകും എണ്ണയുമായി, ഈ രണ്ടും വിറകും എണ്ണയും ഏന്തിക്കൊണ്ട് ഞാനിങ്ങനെ മദീനത്തെ തെരുവോരങ്ങളിലേക്ക് പോകും. ഇവിടെ ജമാഅത്ത് ഒരാളോട് നിർവഹിക്കാൻ വേണ്ടി പറയും. ജമാഅത്തിന് പള്ളിയിലേക്ക് വരാത്ത ഏതൊക്കെ പുരുഷന്മാരുണ്ടോ അവരവരുടെ വീടുകളിൽ ഉള്ളിലായിരിക്കെ ആ വീട് കത്തിച്ച് കരിച്ചു കളയാൻ ഞാൻ വിചാരിക്കുകയാണ് എന്ന് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ജമാഅത്തിന് പള്ളിയിൽ കുറെ ആളുകളുണ്ട്, എന്നിട്ടും പറയുന്നു ജമാഅത്തിന് വരാത്ത നിസ്കാരക്കള്ളന്മാരുടെ വീടുകളിൽ അവനവന്റെ വീട്ടിന്റെ ഉള്ളിലായിരിക്കെ കത്തിച്ച് കരിച്ചു കളയണം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ജമാഅത്തിൽ പള്ളിയിലേക്ക് വരുന്നത് നിർബന്ധമില്ലാത്ത സ്ത്രീകളും കുട്ടികളും ആ വീട്ടിലുണ്ടായിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ കരിച്ചു കളയുമായിരുന്നു. ജമാഅത്തിന്റെ കണിശതയെക്കുറിച്ചാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരന്മാരെ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് നമ്മളാ ചിന്തിക്കേണ്ടത്. കടയിലാണ്, ജോലി തിരക്കില, ബാങ്ക് കേൾക്കുമ്പോൾ ഷട്ടർ താഴ്ന്നിട്ടുണ്ട്, പള്ളിക്ക് മുന്നിലൂടെ എൻ്റെ റൂമിലേക്ക് ഞാൻ പോയി. ഒരു കട്ടൻ ചായ കുടിക്കുമ്പോഴത്തേക്ക് ജമാഅത്ത് കഴിഞ്ഞു, തിരിച്ച് ജോലിക്ക് പോയി. എല്ലാത്തിനും സമയമുണ്ട്. അള്ളാന്റെ മുമ്പിൽ പോയി കുമ്പിടാൻ, അള്ളാന്റെ മുമ്പിൽ പോയി നമസ്കരിക്കാൻ നമുക്ക് സമയമില്ല. ഇന്നലെ ഞാൻ കേൾപ്പിച്ചില്ലേ, രോഗം വന്ന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത സമയത്ത് നമ്മൾ 1000 മണിക്കൂർ സുജൂദിൽ കിടക്കാൻ തീരുമാനിക്കും, അന്ന് കഴിയില്ല. പരലോകത്ത് ഒരവസ്ഥ വരാനുണ്ട്, ഒരു സന്ദർഭം വരാനുണ്ട്. അന്ന് എല്ലാവരെയും അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അള്ളാഹ് വിളിക്കും. ചില ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഖാശിഅത്തുൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, അവർക്ക് പേടിച്ച് ആ നിലക്ക് നിന്ദ്യരായിക്കൊണ്ട് മാറ്റി നിർത്തപ്പെടുകയാണ്, സുജൂദ് പോകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ദുനിയാവിൽ സുജൂദിന് വേണ്ടി ക്ഷണിച്ചപ്പോ അവർ പള്ളിയിലേക്ക് പോയി സുജൂദുകൾ നിർവഹിച്ചിട്ടില്ല. ഖുർആൻ പറഞ്ഞത് നീ റുക്കൂഅ് ചെയ്യുന്നവരോടൊപ്പം റുക്കൂഅ് ചെയ്യണം സഹോദര. ഐ സ്വല്ലു മഅൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരോടൊപ്പം നീ നിസ്കരിക്കണം. അതാ പറഞ്ഞത്. ജമാഅത്തിന് പള്ളിയിൽ നമ്മൾ എത്തുന്നത് നിർബന്ധമാണ് പ്രിയപ്പെട്ടവരെ. കേവലം 27 ഇരട്ടി കൂലി കിട്ടുക എന്നുള്ളതല്ല. പോകാതിരുന്നാൽ നമുക്ക് അള്ളാഹുവിന്റെ പരലോകത്ത് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നത് നാം പേടിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഒരുപാട് വിശദീകരിക്കാനുണ്ട് നമസ്കാരത്തിന്റെ വിഷയം. ഇവിടെ സൂചിപ്പിച്ചത് റബ്ബിന്റെ പ്രത്യേക തണൽ ലഭിക്കുന്നത് അള്ളാന്റെ പള്ളിയോട് അങ്ങേയറ്റത്ത് ഇഷ്ടം കാണിക്കുന്നവരും ജമാഅത്തിൽ കണിശത കാണിക്കുന്നവരുമാണ്. ഒരു വക്തിന്റെ ജമാഅത്തും എനിക്ക് നഷ്ടപ്പെടരുത് എന്ന് നമുക്ക് കണിശമായ ഒരു ബോധമുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ സുഹൃത പറഞ്ഞില്ലേ, നാട്ടിൽ നിൽക്കുന്ന സമയത്ത് 5 നേരത്ത് പള്ളിയിൽ പോകുന്ന വ്യക്തി ഒരു യാത്രക്കാരനായി അല്ലെങ്കിൽ രോഗിയായി അവന് ജമാഅത്തുകളൊക്കെ നഷ്ടപ്പെടുകയാണ്, യാത്രയിലോ രോഗിയോ ആയിട്ട്, എങ്കിൽ എത്ര കാലമാണെങ്കിലും ഓരോ സമയത്തും അവൻ ആ നമസ്കാരത്തിന് ജമാഅത്തിന്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. നഷ്ടപ്പെടുത്തിയ വ്യക്തിക്കോ ഇതൊന്നും കിട്ടുന്നില്ല.
അതുകൊണ്ടത് പ്രത്യേകമായി പഠിക്കുക. പിന്നെ പള്ളിയോടുള്ള ഇഷ്ടമാണ്. എനിക്ക് എന്തിനേക്കാളും അള്ളാന്റെ പള്ളിയോടാണ് ഇഷ്ടം വേണ്ടത്. ഈ ഭൂമി ലോകത്ത് ഖൈറുൽ ബിഖാ, ഈ ഭൂമിപ്പുറത്ത് വെച്ച് ഏറ്റവും ഖൈറായ സ്ഥലം മസാജിദുഹ, അള്ളാന്റെ പള്ളിയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അഹബ്ബുൽ ബിലാദ് ഇലല്ലാഹ് മസാജിദുഹ, ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. അള്ളാഹ്ക്ക് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള സ്ഥലം മാർക്കറ്റാണ്. നമ്മൾക്ക് നേരെ തിരിച്ചാ, അങ്ങാടിക്കോടാ മാർക്കറ്റിനോടാ ഇഷ്ടം, പള്ളിയോട് വെറുപ്പാ അല്ലേ? എല്ലാവരും മാർക്കറ്റിലുണ്ട്. ഏത് തോന്നിവാസങ്ങൾ ശീലിക്കുന്ന, പഠിക്കുന്ന, അത് പരിശീലിക്കുന്ന സ്ഥലം മാർക്കറ്റാ. ആ മാർക്കറ്റിൽ തന്നെയാ ഞാൻ ജോലി ചെയ്യുന്നതും. ആ മാർക്കറ്റിൽ ഒരുപാട് പള്ളികൾ ഉണ്ടായിട്ടും പ്രിയപ്പെട്ട സഹോദര, എന്തേ നമ്മൾക്ക് ആ പള്ളിയിലേക്ക് പോകാനോ അതിനോടൊരു ഇഷ്ടം കാണിക്കാനോ നമ്മൾക്ക് താല്പര്യമില്ലാത്തത്? അങ്ങനെയല്ല നമ്മൾക്ക് വേണ്ടത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തോട് എനിക്കും ഇഷ്ടം. അള്ളാന്റെ വീടല്ലേ പള്ളി. ആ പള്ളിയിലാണ് നമ്മുടെ എല്ലാ സേവനങ്ങളും ഉണ്ടാകേണ്ടത്. പ്രവാസികളെ, ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കൊരവസരം വരുമ്പോ, ഞാൻ എൻ്റെ ലീവിന് നാട്ടിൽ പോവുകയാണെങ്കിലും ഇവിടെയാണെങ്കിലും അള്ളാന്റെ പള്ളി വൃത്തിയാക്കാൻ, അതിനെ നല്ല രീതിയിൽ കാണാൻ എല്ലാ സമയത്തും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ ഖുതുബ നടക്കുമ്പോ, അതുപോലെ തന്നെ ക്ലാസ്സുകൾ നടക്കുമ്പോ, സ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴൊക്കെ നഖമുറിച്ചിടാനും തൊലിമാന്തി പൊളിച്ചിടാനും ആ പള്ളി വൃത്തികേടാക്കാനും സഹോദരങ്ങളെ നമുക്കത് പാടില്ല. പള്ളിയോട് അമിതമായ ഇഷ്ടം വേണം നമ്മൾക്ക്. എൻ്റെ വീടിനേക്കാൾ, എൻ്റെ റൂമിനേക്കാൾ, എൻ്റെ തൊഴിലിനേക്കാൾ എനിക്ക് അള്ളാന്റെ പള്ളിയാണ് എനിക്ക് വലുത്. ആ പള്ളിയുടെ കാര്യം ഞാൻ ഗൾഫിലാണെങ്കിലും നാട്ടിലേക്ക് ഞാൻ വിളിച്ചു ചോദിക്കും. പള്ളിയുടെ ഏതെങ്കിലും കാര്യത്തിലെ കുറവ്, പള്ളിയുടെ കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുന്ന നല്ല വ്യക്തിയാകണം. ആരെയും അറിയിക്കാനല്ല, ആരെയും ബോധ്യപ്പെടുത്താനല്ല, മറിച്ചോ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, പരലോകത്ത് റബ്ബിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയോട് അങ്ങേയറ്റമാ ഹൃദയത്തെ ബന്ധിച്ച വ്യക്തിയാണ് എന്ന്. നാലാമതായിട്ട് റസൂലുള്ളാഹി പറയുന്നു, വറജുലാനി തഹാബ്ബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, രണ്ട് പേർ അള്ളാന്റെ നില്ല് കിട്ടുന്ന, അള്ളാന്റെ തണൽ ലഭിക്കുന്ന നാലാമതൊരു വിഭാഗമാണിത്. വറജുലാനി, രണ്ട് വ്യക്തികളാണ്. ആ രണ്ട് വ്യക്തികളുടെ പ്രത്യേകത തഹാബ്ബാ ഫില്ലാഹ്, അവരിഷ്ടപ്പെട്ടത് അള്ളാഹ്ക്ക് വേണ്ടിയാ. പരസ്പരം ഇഷ്ടപ്പെട്ടു. പണം നോക്കിയിട്ടല്ല, സ്വാധീനം നോക്കിയിട്ടല്ല, കഴിവ് നോക്കിയിട്ടല്ല, മൊഞ്ച് നോക്കിയിട്ടല്ല, ഒന്നുമല്ല. പരസ്പരം ആത്മമിത്രങ്ങളായി മാറിയത് ദീന് നോക്കിയിട്ട്. തഹാബ്ബാ ഫില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഇഷ്ടം. ആ വ്യക്തി ഈമാനുള്ളവനാണ്, നല്ല മുത്തഖിയാണ്, തഖ്വയുള്ളവനാണ്, നിസ്കരിക്കുന്നവനാണ്. അവന്റെ കൂടെ കൂടിയാൽ, അവന്റെ റൂമിൽ താമസമൊരുക്കിയാൽ ഞാനും നന്നാകും. ഇതാണ് പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത. ആ അള്ളാഹ്ക്ക് വേണ്ടി അവർ ഒരുമിച്ചുകൂടി, അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ് അവർ പിരിഞ്ഞതും. രണ്ട് രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ ഇവർ മരണമാണ് അവരെ പിരിക്കുന്നത്. മരിക്കുന്നത് വരെ അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ ഈ ആളുകൾ പരസ്പരം പിരിയാതെ നിൽക്കുകയാണ്. പരസ്പരം മരണമാണ് ആ ഇഷ്ടത്തിൽ നിന്ന് അവരെ വേർപെടുത്തുന്നത്. ഇനി അതുമല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നു, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുന്നു. സഹോദരങ്ങളെ, ഏറെ ഗൗരവത്തിൽ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഇന്ന് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും നോക്കുന്നത് ഭൗതികമായി എന്ത് നേട്ടമുണ്ട്, ഇയാളെ കൂടെ കൂടിയാൽ, ഇയാളെ എൻ്റെ ഫ്രണ്ടാക്കിയാൽ, ഇന്ന വ്യക്തിയുടെ റൂമിൽ താമസമൊരുക്കിയാൽ എനിക്ക് ദുനിയാവിൽ എന്തൊക്കെ നേട്ടമുണ്ട് എന്ന എല്ലാവരും ചിന്തിക്കുന്നത്. അതല്ല സഹോദരന്മാരെ വേണ്ടത്. മറിച്ച് നല്ല ഒരു കൂട്ടുകെട്ടാണ് എപ്പോഴും ഒരാളെ നന്നാക്കുന്നത്. നാട്ടിൽ എത്രയോ നല്ല തറവാട്ടിൽ, നല്ല കുടുംബത്തിൽ, നല്ല ദീനി നിഷ്ഠയുള്ള കുടുംബത്തിൽ ജനിച്ച് വളർന്ന എത്രയോ ആളുകൾ ഈ ഗൾഫ് രാജ്യത്തേക്ക് വന്ന് മോശം കൂട്ടുകെട്ടിലേക്ക് എത്തിയപ്പോൾ ദുഷിച്ച വ്യക്തിയായി തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. നാട്ടിൽ എത്രയോ ദുഷിച്ച തമ്മാടികൾ ഗൾഫിലേക്ക് വന്ന് നല്ലൊരു റൂമിലെത്തി, നല്ലൊരു ജോലി സ്ഥലത്തെത്തി. ആ റൂമിൽ താമസിക്കുന്നവർ ക്ലാസ്സിന് പോകുന്നവരാ, ഖുർആൻ ക്ലാസ് കേൾക്കുന്നവരാ, പഠിക്കുന്നവരാ, മനസ്സിലാക്കുന്നവരാ. ഒപ്പം കൂടി അറിയാതെ നന്നായി 2 വർഷത്തിന് കഴിഞ്ഞ് ലീവിന് പോകുമ്പോൾ ആളാകെ മാറിപ്പോവുകയാണ്.
എന്തേ? ഒരാളെ നന്നാക്കുന്നത് അയാളുടെ ചങ്ങാതിയ, ഒരാളെ കേടാക്കുന്നത് അയാളുടെ ചങ്ങാതിയ. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരാൾ തന്റെ സുഹൃത്തിന്റെ മതത്തില്. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരെ എന്റെ ക്ലോസ് ഫ്രണ്ടായി സ്വീകരിക്കണമെന്ന് ഒരാൾ ചിന്തിക്കട്ടെ. 1000 വട്ടം ചിന്തിച്ചോ? 1000 തവണ ആലോചിച്ചോ? ആരെ ഞാൻ കൂട്ടുകാരനായി കൂട്ടുകാരിയായി സ്വീകരിക്കണം എന്നത്? കണ്ണുനീര് കുടിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. പ്രവാസി രക്ഷിതാക്കളുടെ മക്കൾ നാട്ടിൽ നല്ല പണം കൊടുത്ത്, നല്ല ക്യാമ്പസ് തെരഞ്ഞെടുത്ത്, ഹോസ്റ്റലിൽ താമസിപ്പിച്ച്, പഠിപ്പിച്ച് വളർത്തി വലുതാക്കി നല്ല മകനാക്കണം എന്ന് വിചാരിച്ച എത്രയോ പ്രവാസികളും അല്ലാത്തവരുമായ രക്ഷിതാക്കൾ ഇന്ന് കരയുകയാണ്. എന്തേ? മകളെ നഷ്ടപ്പെട്ടു പോയി, മകനെ നഷ്ടപ്പെട്ടു പോയി. 11 മണിക്ക് മോളുടെ നിക്കാഹ, 9 മണിയാകുമ്പോൾ മോളെ കാണുന്നില്ല. വിവരം കിട്ടുന്നു, എന്നെ അന്വേഷിച്ച് വരേണ്ടതില്ല, എനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ ഒളിച്ചോടി പോയിട്ടുണ്ട്. കോടതി മുറിയിൽ നിന്ന് ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് പെറ്റ ഉമ്മയുടെ വളർത്തിയ ബാപ്പയുടെ മുഖത്ത് നോക്കി എനിക്ക് ഇവരോടൊപ്പം പോകേണ്ടതില്ല, ഇന്നലെ കണ്ട് അതല്ലെങ്കിൽ കാണാതെ ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ട ഈ വ്യക്തിയാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ഉമ്മയെ വലിച്ചെറിഞ്ഞ്, ഉപ്പയെ വലിച്ചെറിഞ്ഞ്, അച്ഛനെ വലിച്ചെറിഞ്ഞ്, അമ്മയെ വലിച്ചെറിഞ്ഞ് ഇന്നലെ കണ്ടവരുടെ കൂടെ കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ട് പോകുന്നൊരവസ്ഥ. എന്തേ സഹോദര, പ്രിയപ്പെട്ട പ്രവാസി, കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ ഭൂരിഭാഗവും ഇവിടെ ഒരുപാട് പ്രയാസപ്പെട്ട് ഇറുക്കിപ്പിടിച്ച് എല്ലാം നാട്ടിലേക്ക് അയച്ച് ആ മക്കൾക്കും ആ മകനും മകൾക്കും വേണ്ടി അയക്കുമ്പോ ഒരു വേള നീ ചിന്തിക്കാതിരിക്കുന്നുണ്ട്. നിന്റെ മകൻ പഠിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് നീ അന്വേഷിച്ചു, ആ ഹോസ്റ്റൽ സൗകര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു, ഭക്ഷണത്തെക്കുറിച്ച് അന്വേഷിച്ചു, എല്ലാ സംവിധാനങ്ങളെ കുറിച്ച് അന്വേഷിച്ചു. എൻ്റെ മകന്റെ കൂട്ടുകെട്ടാര്, എൻ്റെ മകളുടെ കൂട്ടുകെട്ടാര്, നാട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ എങ്ങനെ പോകുന്നു, കോളേജിൽ നിന്ന് വീട്ടിലേക്ക് എങ്ങനെ വരുന്നു, ആരുടെ കൂടെ വരുന്നു? എൻ്റെ മകൾ അന്യപുരുഷന്റെ കൂടെ, എൻ്റെ മകൻ അന്യ പെണ്ണിന്റെ കൂടെ യാത്രയിൽ ഒരുമിക്കുന്നു. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര, ഒന്നിലധികം ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര, എല്ലാം കോളേജിലെ ടൂറിന്റെ പേര് പറഞ്ഞ്, സ്കൂളിലെ ടൂറിന്റെ പേര് പറഞ്ഞ്, സാംസ്കാരിക പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഒരു സംസ്കാരവുമില്ലാത്ത എല്ലാ തോന്നിവാസങ്ങളും പഠിക്കുന്നതിലേക്കൊക്കെ പ്രവാസി, നിന്റെ പണമുണ്ടെങ്കിൽ നീ ചെയ്തില്ലെങ്കിലും അള്ളാന്റെ മുമ്പിൽ നീ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മക്കൾ എല്ലാവരും ചിന്തിച്ചോ, ആരെയാണ് ഞാൻ കൂട്ടുകാരിയായി സ്വീകരിക്കേണ്ടത് എന്ന് ഗൗരവത്തിൽ ആലോചിച്ചോ. എല്ലാ തിന്മകളുടെയും ഫലങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു ലോകത്താ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പരലോകത്ത് പ്രത്യേക തണൽ ലഭിക്കണോ, ഇഷ്ടപ്പെട്ടത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. എന്തൊരു സുഖമാണത്! അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, അതുമായി ഇടപെടുക ജീവിക്കുന്ന ആളുകൾ ഒന്ന് കൂടി നോക്കൂ പ്രിയപ്പെട്ടവരെ. മനസ്സിന് ഒരുപാട് ആശ്വാസമുണ്ട്. കുടിക്കുന്നവന്റെ, വലിക്കുന്നവന്റെ, അതുപോലെ തന്നെ പിടിക്കുന്നവന്റെ തോന്നിവാസയുടെ കൂടെ കൂടുമ്പോ ഇന്ന് നീ വിചാരിക്കും, ഒന്ന് നുകർന്നാൽ, ഒന്ന് കൂടെ ഇരുന്ന് ഏതെങ്കിലും നിനക്കൊരു തമാശ കാണുമ്പോ, വൃത്തികേടുകൾ കാണുമ്പോ ഇതാണ് സുഖമെന്ന് വിചാരിക്കും. നാളെ വിരൽ കടിക്കുന്നൊരു ലോകം വരാനുണ്ട്. സൂറത്തുൽ ഫുർഖാൻ അല്ലാഹ് പറയുന്നു, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, അക്രമി അവന്റെ കൈ കടിക്കുന്ന ദിവസം വരാനുണ്ട്. അന്നവൻ പറയും, അള്ളാന്റെ റസൂലിന്റെ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര ഖൈറായിരുന്നേനെ. യാ ലൈതനി ലമത്തഖിദ് ഫുലാനൻ ഖലീല, ഈ വ്യക്തിയെ എന്റെ കൂട്ടുകാരനായി ഞാൻ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അന്ന് വിരൽ കടിച്ചിട്ട് കാര്യമുണ്ടോ? പരലോകത്ത് വിരൽ കടിച്ചിട്ട് കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിന്നെ കൂട്ടുകാരനായി സ്വീകരിച്ചത് കൊണ്ടാ ഞാൻ ഇന്ന് കേടായത്. ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നു, നോമ്പെടുക്കുന്നവരായിരുന്നു, ദീനീനിഷ്ഠ അതിനനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു എന്ന് നിന്റെ റൂമിൽ കൂടിയോ, എന്ന് നിന്റെ കൂടെ കൂടിയോ ഞാൻ നശിച്ചുപോയി. പരസ്പരം തർക്കമാണ്. ആ തർക്കിക്കുന്ന സമയത്ത് അല്ലാഹ് നീയാണ് തെറ്റുകാരൻ എന്നല്ല പറയുന്നത്, രണ്ടുപേരെയും ഒരുമിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ജീവിതത്തിൽ ആത്മമിത്രമായി സ്വീകരിക്കുന്ന ഒരു ബന്ധമാണ്
വൈവാഹിക ബന്ധം. ആ സമയത്ത് പോലും ആണിനോട് പറഞ്ഞു, നാട്ടിൽ മൊഞ്ചു നോക്കിയും പണം നോക്കിയും തറവാട് നോക്കിയും മതം നോക്കിയും ആളുകളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നീ നോക്കേണ്ടത് ഇപ്പറഞ്ഞ 4ാമത്തെ മതമാണ്, ദീനി നിഷ്ഠയാണ്. ദീനുള്ളവരെ കൊണ്ട് നീ വിജയം കാണിച്ചോ. ആ വ്യക്തിയോട് പറയണം, ആണിനോട് പറയാ, ദീനുള്ള പെണ്ണിനോട്, ദീനി നിഷ്ഠയുള്ള പെണ്ണിനോട്. സുബഹിന്റെ നേരത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ഒരു പെണ്ണാണ് എൻ്റെ ഭാര്യയായിട്ട് വേണ്ടത്. ആ ഭാര്യയ്ക്ക് മാത്രമേ എൻ്റെ കുടുംബത്തെ നോക്കാൻ കഴിയൂ. ആ ഭാര്യയ്ക്ക് മാത്രമേ ഞാൻ ഗൾഫിലാണെങ്കിലും എല്ലാ അമാനത്തും കൃത്യമായി നിർവഹിക്കാൻ സാധിക്കൂ. കാരണം എൻ്റെ ഭാര്യ അള്ളാനെ പേടിക്കുന്ന പെണ്ണ. ഇല്ലേ പ്രിയപ്പെട്ടവരെ, എവിടെയും ചതി വരാം, വഞ്ചന വരാം. കാരണം അള്ളാനെ പേടിയില്ല. ആണിനോട് പറയുന്നു, നിന്റെ വൈവാഹിക ജീവിതത്തിൽ മരണം വരെ നിന്റെ കൂടെ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്ന നിന്റെ ഭാര്യ ദീനുള്ളവളായിരിക്കണം. പെണ്ണിന്റെ വാപ്പയോടും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇദാ ഖാതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു. ദീനി നിഷ്ഠയുള്ള ഒപ്പം സൽ സ്വഭാവമുള്ള ആണിനെ പറ്റി 2 കാര്യം പറഞ്ഞു പെണ്ണിന്റെ ബാപ്പയോട്. ഒരാണെ അന്വേഷിക്കുമ്പോൾ മതം നോക്കണം, ദീനി നിഷ്ഠ നോക്കണം, പോരാ സ്വഭാവം നോക്കണം. സ്കരിക്കുന്നയാണുങ്ങളുണ്ടാകും, സ്വഭാവം ശരിയല്ലായിരിക്കാം. ദീനും സ്വഭാവമുള്ള ഒരു വ്യക്തി മകൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയാൽ ആ വ്യക്തിക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. ഇല്ലേ നാട്ടിൽ നാട്ടിൽ കുഴപ്പങ്ങളും പരീക്ഷണങ്ങളും വരുന്നത് നിങ്ങൾ കരുതിയിരിക്കുക. ആണിനോടും പെണ്ണിനോടും ഒക്കെ പറയുന്നത് മതം നോക്കാനാ, ദീനി നിഷ്ഠ നോക്കാനാ, തഖ്വ നോക്കാനാ. അള്ളാഹിനെ പേടിയില്ലാത്ത ഒരാൾ പിന്നെ സൃഷ്ടാവിനെ പേടിയില്ലാത്തവർ സൃഷ്ടികളെ പറ്റിക്കുമെന്ന് ഉറപ്പല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് സന്ദർഭത്തിലും നാം മുറുകെ പിടിക്കേണ്ടത് ഈ നിലയാണ്. ആദർശ ബന്ധത്തിനാണ് പ്രാധാന്യം. ഇക്കാണുന്ന പണത്തിന്റെ ബന്ധം, അധികാരത്തിലുള്ള ബന്ധം, സ്വാധീനം നോക്കിയുള്ള ബന്ധം, ഇതൊക്കെ തകർന്ന് തരിപ്പണമാകും. പണക്കാരൻ മരിച്ചാൽ ഇയാൾ വേറെ ആളെ തേടിപ്പോകും. സ്വാധീനമുള്ളവന്റെ സ്വാധീനം പോയാൽ അയാൾ വേസ്റ്റാ, പിന്നെ തിരിഞ്ഞു നോക്കില്ല. മറിച്ച് അങ്ങനെയല്ല. അള്ളാഹ്ക്ക് വേണ്ടിയാണോ ഇഷ്ടപ്പെട്ടത്? സമ്പത്തുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ആ ബന്ധം ഒരിക്കലും വേർപെടുന്നില്ല. കാരണം തഹബ്ബാ ഫില്ലാ, പരസ്പരം ഇഷ്ടപ്പെട്ടത് അള്ളാഹ്ക്ക് വേണ്ടിയാ, പരലോകത്തിന് വേണ്ടിയാ. അവരെ പിരിക്കുന്നത് മരണമാണ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഒരുമിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അവർ പിരിയുന്നതും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് അങ്ങനെ ആകേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 5ാമതായി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസുബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരു വ്യക്തി, ഒരു പുരുഷൻ, ദഅതുഹു ഇംറഅ, ഒരു പെണ്ണ് ആ വ്യക്തിയെ ക്ഷണിക്കുകയാണ്. ഈ പുരുഷനെ ഒരു പെണ്ണ് ക്ഷണിക്കുന്നു. ഏതാണ് പെണ്ണിന്റെ പ്രത്യേകത? ദാതു മൻസുബിൻ വജമാലിൻ, അങ്ങേയറ്റം തറവാട്ട് മഹിമയുള്ള, സൗന്ദര്യമുള്ള, എല്ലാ നിലക്കും അനുയോജ്യമായ ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ഒരു പുരുഷനെ ക്ഷണിക്കുകയാണ്. ഏതെങ്കിലും ഒരു വേശ്യപ്പെണ്ണല്ല. കഴിവ് കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അതുപോലെ തന്നെ പണം കൊണ്ട്, തറവാട് കൊണ്ട്, സൗന്ദര്യം കൊണ്ട് ആ പെണ്ണിനെ വെല്ലാൻ ഒരാളുമില്ല, ആരും കാണുന്നുമില്ല, ആരും അറിയുകയുമില്ല. ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അങ്ങോട്ട് പോയിട്ട് ഈ നിലക്ക് തോന്നിവാസത്തിലേക്ക് എത്തുകയല്ല. മറിച്ചൊരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ഒരു പുരുഷനെ വിളിക്കുമ്പോൾ ആരും കാണാനില്ലാഞ്ഞിട്ടും ആരും അറിയാനില്ലാഞ്ഞിട്ടും ആരും ഈ വിഷയത്തിലേക്ക് എത്താൻ സാധ്യതയില്ലാഞ്ഞിട്ടും ഈ വ്യക്തിയുടെ മറുപടി, ഖാല ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് പറ്റില്ല പെണ്ണെ. കാരണം ഞാൻ ആളുകൾ അറിയുമോ എന്ന പേടിയല്ല, എൻ്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ടുമല്ല, കുടുംബത്തെക്കുറിച്ച് ഓർത്തിട്ടുമല്ല. മറിച്ച് പെണ്ണെ, എനിക്ക് നിന്നോട് പറയാനുള്ള മറുപടി ഇന്നി അഖാഫുല്ലാഹ്, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാനെയാ പേടിക്കുന്നത്, അള്ളാനെ എനിക്ക് പേടിയ. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, ഈമാനിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ദറജയാണത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. കൊട്ടാരത്തിലെ പെണ്ണ് രാജാവിന്റെ പത്നിയാണ്. എന്തും ആഗ്രഹിക്കുന്നതൊക്കെ ആ കൊട്ടാരത്തിലേക്ക് എത്താം. അവിടേക്ക് വില കൊടുത്തു വാങ്ങിയ വ്യക്തിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. താൻ വളർത്തിയതാണ്. ആ പെണ്ണ് വളർത്തി വലുതാക്കി യുവാവായി. പെണ്ണ് വിളിക്കുന്നു ഒരു മോശപ്പെട്ട പ്രവർത്തനത്തിലേക്ക്, അല്ലേ? അത്രയും സൗന്ദര്യമുള്ള യൂസുഫ് നബിയെ ആ പെണ്ണ് വിളിച്ചപ്പോ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ നിന്ന് വിമുഖത കാണിക്കുകയാണ്, ഒന്ന് പിന്നോട്ടോടുകയാണ്.
നാട്ടിൽ ഈ വിവരമറിഞ്ഞു. ഈ വിവരമറിഞ്ഞപ്പോ എല്ലാ സ്ത്രീകളെയും ആ രാജാവിന്റെ ഭാര്യ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. എനിക്ക് അബദ്ധം പറ്റിയത് നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കണമല്ലോ. എല്ലാവരെയും വിളിച്ചു വരുത്തി ആപ്പിളും കത്തിയും കയ്യിൽ കൊടുത്തു. ആ സ്ത്രീകളൊക്കെ കൊട്ടാരത്തിലേക്ക്, ആ നാട്ടിലെ സുന്ദരികളായ തരുണീമണികളൊക്കെ കൊട്ടാരത്തിലേക്ക് വന്ന് ആപ്പിളും കത്തിയും കയ്യിൽ കൊടുത്തിട്ട് രാജാവിന്റെ ഭാര്യ യൂസുഫ് നബിയോട് പറഞ്ഞൊന്ന് മുന്നിലൂടെ നടക്കാൻ. ആ സമയത്ത് യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടപ്പോ അതാ ആ ആപ്പിളും കത്തിയും കയ്യിലേക്ക് ലഭിക്കപ്പെട്ട സ്ത്രീകൾ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ട് ആപ്പിൾ മുറിക്കുന്നതിന് പകരം തങ്ങളുടെ കൈവിരലുകൾ മുറിച്ചുപോയി എന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം പ്രിയപ്പെട്ടവരെ സാക്ഷ്യപ്പെടുത്തുന്നു. അത്ര സൗന്ദര്യവാനായിരുന്നു ആ സ്ത്രീകൾ. യൂസുഫ് നബിയെ ഈ തെറ്റിലേക്ക് വിളിക്കുന്ന സമയത്ത്, ആ സന്ദർഭത്തിൽ രാജാവിന്റെ ഭാര്യ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോ ഇല്ല, സമ്മതിക്കില്ല, കഴിയില്ലെന്ന് പറഞ്ഞപ്പോ ജയിലിലടക്കുമെന്നും ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള മറുപടി ലഭിക്കുമ്പോ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. ഖാല റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. അല്ലാഹുവേ, ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്ന ഈ പണിയിലേക്ക് ഞാൻ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം അസ്സിജ്നു അഹബ്ബു ഇലയ്യ, ജയിലാണ് എനിക്കിഷ്ടം. കൽ തുറങ്കാണ് റബ്ബെ എനിക്കിഷ്ടം, ജയിലിൽ പോകാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഈ തെറ്റിലേക്ക് ഞാൻ പോകും. ആ കാരണം കൊണ്ട് ജയിലിൽ അകപ്പെട്ട് പ്രിയപ്പെട്ടവരെ, എന്തേ ഒരു തെറ്റിലേക്ക് ഒരു സ്ത്രീ വിളിച്ചപ്പോ, ഒരു കൂട്ടം സ്ത്രീകൾ വിളിച്ചപ്പോ അതിലേക്ക് വിസമ്മതം കാണിച്ചു എന്ന ആ ഒരു കുറ്റം കൊണ്ട്. ഇതാണ് ഈമാൻ കൊണ്ട് മാറി നിൽക്കുന്നു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, തെറ്റിന്റെ സന്ദർഭം ലഭിക്കുമ്പോൾ അതിൽ നിന്ന് മാറുകയാണ്. ആരും കാണാനും അറിയാനും ഒന്നുമില്ല. നേരെ മറിച്ച് മറ്റൊരു ഹദീസിൽ മറുവശം സൂചിപ്പിക്കുന്നുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്തവരുണ്ട്. ഒരുപാട് നോമ്പെടുത്തവർ, ഒരുപാട് നിസ്കരിച്ചവർ, ഒരുപാട് സക്കാത്ത് കൊടുത്തവർ, ഇവരൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തു. പക്ഷെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇദാ അറള അലൈഹിമുൽ മഹാരിം വസബു ഇലൈഹി, ഒറ്റയ്ക്കിരിക്കുമ്പോ ഒരു ഹറാമിന് ചാൻസ് കിട്ടിയപ്പോ ഈ ഹറാം അവർ ചെയ്തു. അത് കണ്ടതാകാം, കേട്ടതാകാം, പറഞ്ഞതാകാം, ചെയ്തതാകാം. പകൽമാന്യന്മാരെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നു, കണ്ടില്ലേ മദീനത്തപ്പുറത്തുള്ള തുഹാമ പർവ്വതം, ആ തിഹാമ പർവ്വതത്തോളം നന്മയുമായി അള്ളാന്റെ പരലോകത്തേക്ക് ചില ആളുകൾ വരും. ഒരുപാട് പർവ്വതക്കണക്കിന് നന്മക്കൊരു കുഴപ്പമില്ല. പക്ഷെ പരലോകത്ത് അള്ളാന്റെ മുമ്പിലെത്തുമ്പോൾ ധൂളി കണക്കെ അള്ള നശിപ്പിച്ചു കളയും, ഇതൊക്കെ പാറ്റിക്കളയും. എന്തേ കാരണം? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബത്തെ, നിങ്ങളെപ്പോലെ നിസ്കരിച്ചവർ, നിങ്ങളെപ്പോലെ നോമ്പെടുത്തവർ, നിങ്ങളെപ്പോലെ ദാനം നൽകിയവർ, ഇവർ ചെയ്ത തെറ്റ് ഒറ്റക്കിരിക്കുമ്പോൾ ഹറാമിന് അവസരം കിട്ടിയപ്പോൾ ഇവർ ആ ഹറാമ് ചെയ്താൽ എല്ലാ നന്മയും നഷ്ടപ്പെട്ടു പോകും. ആരും കാണാത്ത സന്ദർഭത്തിൽ അബദ്ധങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മാറിയാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രത്യേകമായ തണൽ ലഭിക്കുകയാണ്. 3 പേരുടെ ചരിത്രം വിശദീകരിക്കുന്നതിലെ റസൂലുള്ള ഗുഹയിൽ അകപ്പെട്ടു പോയ 3 ആളുകൾ. ആ ഗുഹയിൽ കയറിയപ്പോ ഒരു വലിയ പാറക്കല്ല് വന്ന് ഗുഹാമുഖം അടയുകയാണ്. മരണം മുമ്പിൽ കാണുകയാണ്. ഒരാൾ പറഞ്ഞു, ജീവിതത്തിൽ നാം ചെയ്ത ഏറ്റവും നല്ല നന്മയെ മുൻനിർത്തി അള്ളാഹിനോട് ദുആ ചെയ്യാം. ഓരോരുത്തർ ദുആ ചെയ്യാൻ തുടങ്ങി. അതിൽ ഒരാൾ ദുആ ചെയ്തു, റബ്ബേ, എൻ്റെ ഒരു കുടുംബക്കാരിയുണ്ട്, ഞാൻ എപ്പോഴും അവളുടെ ശരീരത്തെ ആഗ്രഹിക്കുകയാണ്, പക്ഷെ അവൾ വഴങ്ങുന്നില്ല. ഒരു വേള അവൾക്ക് പണം കടമായി ആവശ്യം വന്നു, അവൾ പ്രയാസത്തിലായി, എൻ്റെ അടുത്ത് കടം ചോദിക്കാൻ വന്നു. ആ സമയം ഞാൻ അവളോട് എൻ്റെ ആവശ്യം പറഞ്ഞു. അവൾക്ക് അതിൽ സമ്മതിക്കലല്ലാതെ നിവൃത്തിയില്ലായിരുന്നു. അല്ലാഹുവേ, അങ്ങനെ അവൾ എനിക്ക് വേണ്ടി വഴങ്ങി, എനിക്ക് വേണ്ടി ആ നിലക്ക് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ശരീരം എനിക്ക് തരാൻ സമ്മതം കാണിച്ചു. ഞാൻ അതിൻ്റെ അങ്ങേയറ്റം എത്തിയപ്പോൾ അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, നീ എൻ്റെ വിഷയത്തിൽ നീ അള്ളാനെ സൂക്ഷിക്കണേ. അത്രേ എന്നോട് പറഞ്ഞുള്ളൂ. അല്ലാഹുവേ, എൻ്റെ വിഷയത്തിൽ നീ അള്ളാനെ സൂക്ഷിക്കണേ. നാഥ, ആരും കാണാനില്ല, ആരും കേൾക്കാനില്ല, ആരും അറിയാനുമില്ല. ഈ സ്ത്രീ എല്ലാത്തിനും തയ്യാറായി കിടക്കുന്നു. അള്ളാനെ സൂക്ഷിക്കണേ എന്ന ഒരു വാക്ക് കേട്ടപ്പോ അല്ലാഹുവേ, ഞാൻ അവളെ വെറുതെ വിടുകയാണ്. ഈ പണം കടമായിട്ട് നൽകിയത് എനിക്ക് തിരിച്ചു നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ് അവളെ ഞാൻ വെറുതെ വിട്ട് പടച്ച റബ്ബേ, ഇത് നിനക്ക് വേണ്ടിയാണെങ്കിൽ ഈ പാറക്കല്ല് നീ നീക്കണേ നാഥ എന്ന് പറഞ്ഞപ്പോ ആ പാറക്കല്ല് നീങ്ങുകയാണ്. ഏതാണ് ഈ നന്മ?
ആരും കാണാനില്ലാഞ്ഞിട്ടും ആരും അറിയാനില്ലാഞ്ഞിട്ടും അള്ളാഹുവേ ഞാൻ നിന്നെയാണ് പേടിക്കുന്നത്, അള്ളാഹിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഇന്നി അഖാഫുല്ലാ, അള്ളാഹിനെ ഞാൻ പേടിക്കുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്കും വേണ്ടത്. നമ്മുടെ കഫീല്, നമ്മുടെ മുതലാളിമാര്, നമ്മുടെ തൊഴിലാളിമാര്, ഓരോ ഡ്യൂട്ടിയിൽ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, ഓരോ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലിക്ക് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ആരും ഒരു പക്ഷേ നോക്കാനില്ലായിരിക്കാം, ഓഫീസ് ക്യാമറ ഇല്ലായിരിക്കാം, ഹെഡ് ഓഫീസ് ഇവിടെയല്ല ദുബൈയിലായിരിക്കാം, ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലായിരിക്കാം, ആരുമില്ല. പക്ഷെ നിന്നെ ഒരു പോസ്റ്റിൽ ഇരുത്തിയത് ഒരു അമാനത്താണ്. അവിടെ നീ പേടിക്കുന്നത് ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാനെയാ പേടിക്കുന്നത്, അള്ളാനെ പേടിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് എൻ്റെ മുതിർന്ന പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ അള്ളാനെ പേടിക്കുകയാണ്. ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഒരു പെണ്ണ് തോന്നിവാസത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, വ്യഭിചാരത്തിലേക്ക് ഇങ്ങോട്ട് വന്ന് ക്ഷണിക്കുമ്പോൾ ആരും അറിയാനില്ലാഞ്ഞിട്ടും അള്ളാഹുവെ കുറിച്ചുള്ള സൂക്ഷ്മതാ ബോധം, അള്ളാഹിനെക്കുറിച്ചുള്ള ഖൗഫ്, അതുകൊണ്ട് മാത്രം മാറി നിൽക്കുമ്പോൾ അള്ളാഹു ആ വ്യക്തിക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണലാണ്. 5 കാര്യങ്ങളാണ് ഇന്നലെ മുതൽ ഇന്ന് വരെ സൂചിപ്പിച്ചത്. 1, നീതിമാനായ ഒരു നേതാവാണ്. അതുപോലെ തന്നെ 2, ഇബാദത്തിൽ മുഴുകുന്ന ഒരു യുവാവാണ്. അതുപോലെ തന്നെ ഇന്ന് സൂചിപ്പിച്ച അള്ളാഹുവിൻ്റെ പള്ളിയോട് അങ്ങേയറ്റം ഇഷ്ടം കാണിക്കുന്ന, ജമാഅത്തിൽ കണിശത കാണിക്കുന്ന, പള്ളിയുമായി തൻ്റെ കൽബിനെ ബന്ധിച്ച വ്യക്തി, അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ചുകൂടി അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെട്ട് അങ്ങനെ തന്നെ പിരിയുന്നവർ. അതുപോലെ തന്നെ പെണ്ണ് വ്യഭിചാരത്തിലേക്ക് എല്ലാ നിലക്കും കഴിവുള്ള ശേഷിയുള്ള പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചിട്ടും അള്ളാഹിനെ പേടിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികൾ. ഏത് സമയത്തും സന്ദർഭങ്ങളിലും ഈ ഹദീസിന്റെ ഭാഗങ്ങളെ സൂക്ഷിക്കുക, ഉപയോഗപ്പെടുത്തുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ഇൻഷാ അള്ളാഹ് ബാക്കി 2 കാര്യം നാളത്തെ ക്ലാസ് സൂചിപ്പിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ നാഥൻ നമ്മൾക്ക് പൊറുക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ ഫിർദൗസ് ഞങ്ങൾ ഒരുമിപ്പിക്കണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.